നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി ഇറാനും അമേരിക്കയും തമ്മിൽ ഉള്ള സമാധാന ഉടമ്പടിയുടെ ചർച്ചകൾ നടക്കുകയാണ്. കുവൈറ്റ്, സൗദി അറേബ്യ, ഖത്തർ പോലെയുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഈ സമാധാന ഉടമ്പടി തയ്യാറാക്കുന്നത്. നിരവധി നിർദ്ദേശങ്ങൾ ഈ സമാധാന ഉടമ്പടിയിലുണ്ട്. ഇരു രാജ്യങ്ങളും മുന്നോട്ട് വച്ച പല നിർദ്ദേശങ്ങളും ആ ഉടമ്പടിയിലുണ്ട്. പ്രധാനമായും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്കാണ് ഇതിൽ മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം ഈ ഉടമ്പടി കൊണ്ടുണ്ടാവുക ഇറാന് മേൽ ഉണ്ടായിരുന്ന എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും അടുത്ത 60 ദിവസത്തേക്ക് എടുത്തുമാറ്റുമെന്നുള്ളതാണ്. പകരം ഇറാൻ ആണവായുധം നിർമ്മിക്കില്ല എന്ന് ഉറപ്പു നൽകണം. ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയം അത് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം, അത് തങ്ങൾക്ക് കൈമാറണം എന്നാണ് ആദ്യം അമേരിക്ക പറഞ്ഞിരുന്നത്. എന്നാൽ അത് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണമെന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് ഉപാധികളൊന്നുമില്ലാതെ തുറന്നിടണം. ഏതൊരു രാജ്യത്തിൻ്റെയും കപ്പലുകൾ അതുവഴി കടന്നു പോകാൻ അനുവദിക്കണം. നിലവിൽ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുകയാണ്. ചില കപ്പലുകളെ ഇറാൻ പോകാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും അവരിൽ നിന്നും ഭീമമായ ടോൾ ഈടാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും വലിയ സേനാവിന്യാസം നടത്തിയിരിക്കുന്നു. ഇറാൻ്റെ തുറമുഖങ്ങളെ ഉപരോധിക്കുക എന്നുള്ളതാണ് ഈ സേനാവിന്യാസത്തിൻ്റെ ലക്ഷ്യം. ഈ ഉപരോധം നിലവിൽ വന്നതോടുകൂടി ഇറാൻ്റെ കയറ്റുമതി തടസ്സപ്പെട്ടു. അതുകൊണ്ട് തന്നെ സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ടാൽ മാത്രമേ ഇറാൻ്റെ കയറ്റുമതി പുനരാരംഭിക്കാൻ കഴിയൂ. നിലവിൽ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് ആദ്യം തുറക്കുക. ഘട്ടം ഘട്ടമായി അമേരിക്ക ഹോർമൂസിൽ നിന്നും നാവികസേനയെ പിൻവലിക്കും. അതോടൊപ്പം തന്നെ ആണവ ആയുധങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ അടുത്ത 30-60 ദിവസം കൊണ്ട് പൂർത്തിയാക്കുക. അതിനുശേഷം ശാശ്വത സമാധാനത്തിലേക്ക് ഒരു അന്തിമ കരാർ ഉണ്ടാക്കുക. ഇതാണ് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്ന സമാധാന കരാർ. പക്ഷേ ഇറാൻ ഇതിൽ ചില അനിഷ്ടങ്ങൾ അല്ലെങ്കിൽ അതൃപ്തികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിൻ്റെ വിഷയത്തിലാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ അങ്ങനെ സൗജന്യമായി എല്ലാവർക്കും കടന്നു പോകാൻ കഴിയില്ല എന്നാണ് ഇറാൻ വാദിക്കുന്നത്. ഞങ്ങളുടെ രാജ്യത്തിന് ചില നിയന്ത്രണങ്ങൾ വേണം എന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. തൊട്ടടുത്തുള്ള ഒമാൻ എന്ന രാജ്യവുമായി സഹകരിച്ചുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിൽ പിടിമുറുക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം മുളയിലേ നുള്ളാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. മാത്രമല്ല, ആണവായുധം നിർമ്മിക്കില്ല എന്നൊരു ഉറപ്പ് അമേരിക്കയ്ക്ക് നൽകാൻ ഇപ്പോൾ ഇറാന് വലിയ മടിയാണ്. ഇത്രയും നാൾ ഈ സമാധാന ഉടമ്പടി മുജ്തബ ഖമൈനി വായിച്ചില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വച്ചിരുന്നു. ഇപ്പോൾ മുജ്തബ ഖമൈനി ഇതിൽ ഒരു അംഗീകാരം നൽകിയിരിക്കുന്നു. ഇറാൻ്റെ ഭരണകൂടം, ഇറാൻ പ്രസിഡന്റുമെല്ലാം ഇക്കാര്യത്തിൽ വലിയ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാൻ സൈന്യമായ IRGCക്ക് ഈ ഉടമ്പടിയിൽ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കണം, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പോയാൽ തങ്ങൾ ആക്രമിക്കുമെന്നാണ് IRGC വെളിപ്പെടുത്തിയത്. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കാനായി കഴിഞ്ഞ ദിവസം അമേരിക്ക അതിന് സമീപമുള്ള ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഡ്രോൺ കമാൻഡ് സെൻ്ററുകളും മിസൈൽ ലോഞ്ചറുകളുമെല്ലാം അമേരിക്ക ഈ ആക്രമണത്തിൽ തകർത്തിരുന്നു. അതിന് ഒടുവിലാണ് സമാധാന ഉടമ്പടിയിലേക്ക് അല്ലെങ്കിൽ സമാധാന നിർദ്ദേശത്തിലേക്ക് ഇറാനെ വലിച്ചു കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിക്കുന്നത്. ആണവായുധം ഒരു കാരണവശാലും മാറ്റില്ല എന്ന നിലപാട് തുടർന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ എന്തെങ്കിലും നിയന്ത്രണം തങ്ങൾക്ക് വേണമെന്ന് ഇറാൻ വാശി പിടിച്ചാൽ സമാധാനം നടപ്പാവില്ല എന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ട്രംപ് ഈ സമാധാന ഉടമ്പടിയിൽ, ഇറാൻ്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയ സമാധാന ഉടമ്പടിയിൽ ഇതുവരെ ഒപ്പിട്ടിട്ടുമില്ല. ആണവായുധങ്ങൾ സംബന്ധിച്ച വിഷയത്തിൽ ഇറാനും ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല. പക്ഷേ മണിക്കൂറുകൾക്കകം അത് സാധ്യമാകുമെന്നാണ് അമേരിക്കൻ ഭരണകൂടം വിശ്വസിക്കുന്നത്. ഉടൻ തന്നെ ഒരു സമാധാന ഉടമ്പടി വരുമെന്നും എല്ലാവർക്കും സന്തോഷകരമായ ഒരു സാഹചര്യത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് സംഘർഷം പോകുമെന്നുമാണ് അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഇറാൻ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്. മാത്രമല്ല, ഈ ആണവായുധങ്ങളിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം കസാഖിസ്ഥാനിലേക്ക് മാറ്റാം എന്നാണ് അമേരിക്ക ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതും ഇറാൻ നിരസിച്ചാൽ സമാധാന ചർച്ചകൾ വഴിമുട്ടും. ഇനി അങ്ങോട്ട് സംഘർഷത്തിലേക്ക് പോയാൽ ഗൾഫിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക
നടത്തിയ ആക്രമണത്തിന് ബദലായി കുവൈറ്റിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇങ്ങനെ അമേരിക്കയുടെ ഓരോ ആക്രമണങ്ങൾക്കും ഗൾഫിൽ പ്രഹരം നൽകുക എന്ന ഒരു തന്ത്രമാണ് ഇറാൻ പയറ്റിവരുന്നത്. എന്നാൽ ഇറാന്റെ സൈനിക ശേഷി ഇനിയും വെട്ടിക്കുറയ്ക്കണമെന്നും അത് ഏറ്റവും താഴ്ന്ന നിലയിലെത്തുന്നതുവരെ ആക്രമണം തുടരണമെന്നുമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിലപാട്. എന്തായാലും തൽക്കാലം ഇസ്രായേൽ അമേരിക്കയുടെ തീരുമാനത്തോട് ഒപ്പം നിൽക്കുകയാണ്. ഈ സമാധാന ചർച്ചകൾ വിജയം കണ്ടാൽ തീർച്ചയായും ആണവായുധം നിർമ്മിക്കുന്നതിലുൾപ്പെടെ ഇറാൻ ചില വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടാകും എന്ന് അനുമാനിക്കേണ്ടി വരും. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം നിലവിൽ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ തുടരുകയാണ്. ഉടമ്പടി അല്ലെങ്കിൽ സമാധാന ഉടമ്പടിയുടെ മധ്യസ്ഥ രാഷ്ട്രങ്ങൾ ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ്. ഇറാൻ്റെ മേലുള്ള ഉപരോധങ്ങൾ നീക്കിക്കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇറാൻ ഈ സമാധാന ഉടമ്പടിയിൽ താൽക്കാലികമായി ഒപ്പുവച്ചേക്കാനും സാധ്യതയുണ്ട്. ഏതാനും ചില വിയോജിപ്പുകൾ ഒഴിച്ചാൽ ഉടമ്പടിയിലേക്ക് ഇരു രാജ്യങ്ങളും ഏതാണ്ട് എത്തിക്കഴിഞ്ഞുവെന്നാണ് സൂചന. ഏതു നിമിഷവും കരാർ ഒപ്പിടാനുള്ള സാഹചര്യവുമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എണ്ണവില കുറയാനും തൽക്കാലത്തേക്ക് പ്രതിസന്ധി ഒഴിയാനുമുള്ള സാഹചര്യമുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എണ്ണ ഇറക്കുമതിയിൽ വൈവിധ്യവൽക്കരണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാചകവാതകം ഇറക്കുമതി ചെയ്യാനും മറ്റ് സോഴ്സുകളിലേക്ക് രാജ്യങ്ങൾ തേടിപ്പോകുന്നു. ഇത് പാചകവാതകത്തിൻ്റെയും എണ്ണയുടെയും വില വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഹോർമൂസ് കടലെടുപ്പ് തുറന്നാൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതീക്ഷ.